ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. ആരാധന ക്രമവത്സരത്തിലെ അവസാനത്തെ ആഴ്ച അത് ഈശോയുടെ രാജ്യത്തെ തിരുനാളായിട്ടാണ് ആചരിക്കുന്നത്. ഒരു രാജാവിനെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആ രാജാവിന് എപ്പോഴും ഒരു കൊട്ടാരം ഉണ്ടാവും, കിരീടമുണ്ടാവും, ചെങ്കോലുണ്ടാവും, ആഭരണങ്ങൾ ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഈ രാജാവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഈ രാജാവിനെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ രാജാവിന് ഒന്നും തന്നെ ഇല്ല. ഉടുക്കാൻ ഒരു ചെറിയ തുണിക്കഷ്ണം പോലും ഉണ്ടായിരുന്നില്ല കുരിശിൽ കിടന്നപ്പോൾ. എന്നിട്ടും നമ്മൾ ആ രാജാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. കാരണം അതാണ് യഥാർത്ഥ രാജാവ്. ആ രാജാവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടതും ആരാധിച്ച് സ്തുതിച്ച് പാടേണ്ടതും. 1925 11-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഈ തിരുനാൾ, അതായത് ഈശോയുടെ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ആരംഭം കൊടുത്തത്. അന്നത്തെ പൊതുവായ രാഷ്ട്രീയ സാംസ്കാരിക അന്തരീക്ഷത്തോടുള്ള പ്രതികരണം കൂടിയായിരുന്നു ഈ പ്രഖ്യാപനം. 1870 ഗരിബാൾഡിയായുടെ നേതൃത്വത്തിൽ ഇറ്റാലിയൻ സൈന്യം റോമ കീഴടക്കി. അതോടെ നൂറ്റാണ്ടുകൾ ദീർഘിച്ച കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ അധികാരം അസ്തമിച്ചു. നാഥൻ തൻ്റെ സഭയെ സ്ഥാപിച്ചതിൻ്റെ ലക്ഷ്യവും ഏൽപ്പിച്ച ദൗത്യവും ഭൗതികമായ ഒരു സാമ്രാജ്യ സ്ഥാപനത്തിലൂടെ ദൈവരാജ്യം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാകുകയില്ല എന്ന തിരിച്ചറിവിന് ഇത് സഹായകമായി. എൻ്റെ രാജ്യം ഐകികമല്ല എന്ന യേശുവിൻ്റെ പ്രഖ്യാപനം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും ഇത് കളമൊരുക്കി. ബൈബിളിൽ ഈശോ രാജാവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം പലപ്പോഴും പലരും ചോദിക്കുന്നതാണ്. ബൈബിളിൽ 2 സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോയുടെ ജനന സമയത്ത് 3 രാജാക്കന്മാർ ഈശോയെ തേടി വരുന്നുണ്ട്. ഈ 3 രാജാക്കന്മാർ കടന്നു വന്ന് അന്വേഷിക്കുന്ന രാജാവിനെയാണ്, യേശു എന്ന് പറയുന്ന രാജാവിനെ. അതുപോലെ തന്നെ ഈശോയുടെ മരണസമയത്ത് അവിടെ ഉണ്ടായിരുന്ന പടയാളികൾ ഈശോയുടെ കുരിശിന്റെ മുകളിൽ INRI എന്ന് എഴുതി ചേർത്തു. അതായത് യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ എന്ന്, അവിടെയും രാജാവ് എന്ന് പറയുന്നു. അങ്ങനെ 2 സ്ഥലങ്ങളിലാണ് ഈശോ രാജാവാണ് എന്ന് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ പറഞ്ഞു വെക്കുക. പിന്നെ ഓശാന തിരുനാളിൻ്റെ സമയത്ത് അവിടെയും ഈശോയെ ആനയിച്ചു കൊണ്ടുവരുന്നത് രാജാവ് എന്ന രീതിയിലാണ് ഈശോയെ ആനയിച്ചു കൊണ്ടുവരിക. എല്ലാ രാജാക്കന്മാരും രാജ്യം കീഴടക്കിയത് അടിച്ചമർത്തിക്കൊണ്ടും യുദ്ധം ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ ഈശോ എന്ന രാജാവ് ലോകം കീഴടക്കിയത് സ്നേഹം കൊണ്ടായിരുന്നു. എല്ലാവരെയും സ്നേഹിച്ചും മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുമായിരുന്നു ഈശോ ഈ ലോകം തന്നെ കീഴടക്കിയത്. ഇന്ന് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഓർക്കുകയും ഈശോയെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്രമാത്രം സ്നേഹം ഈശോ ഈ ജനങ്ങളോട് കാണിച്ചിട്ടുമുണ്ട്. ആ ജനങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ഈശോ ഇന്നും രാജാവായിട്ട് വാഴുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു രാജാവിൻ്റെ ദൗത്യം എന്ന് പറയുക അത് പ്രജകളെ രക്ഷിക്കുക എന്നാണ് പറയുക. പ്രജകളെ സംരക്ഷിക്കുവാനായിട്ട് കഴിയുന്നവനാണ് രാജാവ്. നമ്മുടെ രാജാവ് ഈശോ പ്രജകളെ സംരക്ഷിച്ചത് അവർ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ്. സാധാരണ ഒരു രാജാവും അതുപോലെ തന്നെ ഈശോ എന്ന രാജാവും തമ്മിലുള്ള വ്യത്യാസം, സാധാരണ ഒരു രാജാവ് ജനിക്കുന്നത് അത് കൊട്ടാരത്തിലായിരിക്കും. ഈശോ എന്ന രാജാവ് ജനിച്ചത് കാലിത്തൊഴുത്തിലായിരുന്നു. സാധാരണ ഒരു രാജാവ് തൻ്റെ പ്രജകളെ സന്ദർശിക്കുവാനായിട്ട് വരിക പലപ്പോഴും കുതിരപ്പുറത്താണ്. പക്ഷേ ഈശോ എന്ന രാജാവ് ജെറുസലേമിലേക്ക് കടന്നു വന്നത് അത് കഴുതയുടെ പുറത്താണ്. സാധാരണ ഒരു രാജാവിന് കൂട്ടുനിൽക്കാനും കൂട്ടുകൂടുവാനും ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണികളും അയൽ രാജ്യത്തെ രാജാക്കന്മാരും ഒക്കെ ആയിരിക്കും. പക്ഷേ ഈശോ എന്ന രാജാവിന് കൂട്ടുകൂടുവാനും കൂട്ടുനിൽക്കുവാനും ഉണ്ടായിരുന്നത് അത് പാവപ്പെട്ട ജനങ്ങളും പാപികളും മാത്രമായിരുന്നു. ഇതാണ് ഈശോ എന്ന രാജാവും സാധാരണ ഒരു രാജാവും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ നമ്മുടെയൊക്കെ രാജാവാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ രാജാവാണോ എന്ന് സിമ്പിളായിട്ട് അറിയാനുള്ള ഒരു ചെറിയൊരു മാർഗമുണ്ട്. നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന രൂപം, ആ രൂപത്തിൽ നമ്മൾ കൈകൊണ്ട് ഒന്ന് തൊട്ട് നോക്കിയാൽ ആ രൂപത്തിൽ പൊടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ആ രാജാവിന് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ പോയിട്ടുണ്ട്. ഒരിക്കലും നമുക്കിഷ്ടമുള്ള ഒരാളുടെ ഒരു ഫോട്ടോയിൽ ഒരിക്കലും പൊടിയോ മറ്റുള്ള ഒന്നും തന്നെ കാണുകയില്ല. അത്രമാത്രം സ്നേഹത്തോടെ എല്ലാ ദിവസവും ആ രൂപം തുടച്ച് വൃത്തിയാക്കി വയ്ക്കാനായിട്ട് നമ്മളെപ്പോഴും പരിശ്രമിക്കും. അതുകൊണ്ട് ഈശോ എന്ന രാജാവിനോട് എത്രമാത്രം സ്നേഹം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണത്.
അതുകൊണ്ട് എപ്പോഴും ഈശോയെ തൻ്റെ രാജാവായിട്ട് സ്വീകരിക്കുക. ഈശോ എന്ന രാജാവിന് എല്ലാ ദിവസവും ആരാധനകൾ അർപ്പിക്കുക. ആ ഈശോ എന്ന രാജാവിനെ വണങ്ങുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട്, സ്തുതിക്കുവാനായിട്ട്, നന്ദി പറയുവാനായിട്ട് പരിശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.